ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസിയ 7 മാത്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ 10ാം ക്ലാസ് CBSEയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസും എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് പോളിനോമിയൽസ് എന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ ഒരു 2 എക്സസൈസ് ചെയ്യാനുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? പോളിനോമിയൽസ് എന്നാണ്. അപ്പോൾ പോളിനോമിയൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ വി ആർ ഗോയിങ് ടു ദ സെക്ഷൻ ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. നമ്മൾ ഒരു 8th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സെക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ് അലോങ് വിത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതായത് എക്സ് വൈ ഇസഡ് പി ക്യു ആർ അങ്ങനെയുള്ള വേരിയബിൾസ്, ആൻഡ് അതിനോടൊപ്പം കോൺസ്റ്റന്റ്സ്, അതായത് നമ്പേഴ്സ് 3 4 5 അങ്ങനെയുള്ള നമ്പേഴ്സും, ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് മീൻസ് എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് കൂടെ ഉൾപ്പെടുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് വിളിക്കുക. ആൻഡ് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ആൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് എ സം ഓഫ് ടേംസ്, ഓക്കെ, വിച്ച് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ്. അതായത് ടേംസിന്റെ സം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റിന്റെയും വേരിയബിൾസിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടേംസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ 3 ആൻഡ് എക്സ്, 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 3 into x അല്ലെങ്കിൽ 3x എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 3xനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇസ് എ ടേം. ഓക്കെ, അങ്ങനെയുള്ള ടേംസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് വിളിക്കുക. ആൻഡ് ഈ ടേംസിന്റെ, അതായത് ഓരോ ടേമിലും വരുമ്പോൾ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ദി പർട്ടിക്കുലർ വേരിയബിൾ എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. -3x² y + 4xy + 5x + 6 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഇതിനെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വിളിക്കാൻ കഴിയും. കാരണം എന്താണ്? ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ് അലോങ് വിത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുമ്പോൾ x² y എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. അതിന്റെ കൂടെ വന്ന കോൺസ്റ്റന്റ് ആരാണ്? -3. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ -3 ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദി പർട്ടിക്കുലർ വേരിയബിൾ, ദാറ്റ് ഈസ് x² y എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ 4 into x into y എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ടേം. സോ xy എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്തെന്ന് പറയാം? ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ആൻഡ് ആൾജിബ്രിക് എക്സ്പ്രഷന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ആൻഡ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് വേണമെങ്കിലും ആകാം. Okay, and the coefficient in each term can be any real number. ഓരോ ടേമിന്റെയും കോഎഫിഷ്യൻസ് എന്തായിരിക്കാം? ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. ഓക്കെ, അതേപോലെ an algebraic expression can have any number of variables. എത്ര വേരിയബിൾസ് വേണമെങ്കിലും ആകാം. And the exponent on the variables must be rational numbers. ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, വേരിയബിൾസിന്റെ എക്സ്പോണൻസ്, അതായത് പവേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കണം? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് p/q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെടും, ഓൾ നമ്പേഴ്സ് ഉൾപ്പെടും, ഇന്റിജേഴ്സ് ഉൾപ്പെടും. ഓക്കെ, അലോങ് വിത്ത് റാഷണൽ നമ്പേഴ്സ്. അപ്പോ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോവുകയാണ്, പോളിനോമിയൽസ്. ഓക്കെ, അപ്പൊ ഈ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ പേരിന് ഞാനൊന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. പോളി ആൻഡ് നോമിയൽസ്. ഓക്കെ, അപ്പൊ പോളി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്. നോമിയൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ടേംസ് എന്നാണ്. ഓക്കെ, സോ വി ക്യാൻ സേ പോളിനോമിയൽ മീൻസ് മെനി ടേംസ്. ഓക്കെ, ഈ പോളിനോമിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. എ പോളിനോമിയൽ ഈസ് an algebraic expression of the form p of x. നമ്മൾ എടുക്കുന്ന വേരിയബിൾ x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോളിനോമിയലിനെ p of x എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു a0 plus a1x plus a2x² plus etc plus anx raised to n. Okay, where an not is equal to 0. അതായത് നമ്മൾ എടുക്കുന്ന പോളിനോമിയലിനെ ഏറ്റവും പവർ കൂടിയ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ആൻഡ് ദ എക്സ്പൊണന്റ് ഓൺ എനി വേരിയബിൾ ഈസ് എ ഹോൾ നമ്പർ. നമ്മൾ എടുക്കുന്ന പോളിനോമിയലിലുള്ള വേരിയബിൾസിന്റെ
എക്സ്പോണൻസ് മീൻസ് പവേഴ്സ് എന്താവാൻ പാടില്ല, പവർ എന്ന് പറഞ്ഞാൽ എന്താവണം, ഹോൾ നമ്പർ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് ആരും ഉൾപ്പെടുന്നു, സീറോയും ഉൾപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 7x³ + 5x + 3 ഇതെന്ന് പറയുന്നത് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. കാരണം എന്താണ്, സം ഓഫ് ടേംസ് ആണ്. ഓക്കെ, ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഓക്കെ, ഇതൊരു പോളിനോമിയൽ കൂടെയാണ്. കാരണം അതിന്റെ ഫോം എങ്ങനെയാണ് വന്നിരിക്കുന്നത്, a03 നിങ്ങൾ നോക്കുക പ്ലസ് a1x അതായത് 5x പ്ലസ് നമുക്ക് a2x² ഇവിടെ ഇല്ല. ഓക്കെ, പ്ലസ് a3x³ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് an example of a polynomial as well as an algebraic expression. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 4x² + 2x + 3√x ഇതെന്ന് പറയുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ എക്സാമ്പിൾ ആണ്, പക്ഷെ ഒരു പോളിനോമിയൽ അല്ല. കാരണം എന്താണ്, സിൻസ് ദ എക്സ്പോണന്റ് ഓൺ x ഈസ് 1/2 which is not an all number. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ അവിടെ 3√x എന്ന് വന്നിട്ടുണ്ട്. ആ എക്സിന്റെ എക്സ്പോണന്റ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, 1/2 ആണ്. ഓക്കെ, നമുക്ക് അറിയാമല്ലോ √x നമുക്ക് x⁻² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 1/2 എന്ന് പറയുന്നത് ഒരു ഓൾ നമ്പർ ആണോ, അല്ല. അതുകൊണ്ട് അതെന്തല്ല, ഒരു പോളിനോമിയലും അല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് പോളിനോമിയൽസിലേക്കാണ്. ഓക്കെ, പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഉണ്ട്. നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ്. ഒന്ന് നമ്പർ ഓഫ് ടേംസ്, അതിൻ്റെ അകത്ത് എത്ര ടേംസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ ഒരു പോളിനോമിയൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ എടുത്തിരിക്കുന്ന പോളിനോമിയലിന്റെ വേരിയബിൾ നോക്കുക, വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്പോണന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ എത്രയാണ് എന്ന് നോക്കുക. അതാണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ടേംസിന്റെ ബേസിസിൽ നമുക്ക് പോളിനോമിയൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ടേമേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മൾ മോണോമിയൽ എന്ന് വിളിക്കും. രണ്ട് ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈനോമിയൽ എന്ന് വിളിക്കും. മൂന്ന് ടേംസ് ഉണ്ടെങ്കിൽ എന്തെന്ന് വിളിക്കാം, ട്രൈനോമിയൽ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു ടേം ഉള്ള ഒരു എക്സാമ്പിൾ ആണ് 2x എന്ന് പറയുന്നത്. ഒരു ടേമേ ഉള്ളൂ. ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, പ്രോഡക്റ്റ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതേപോലെ 2 ടേംസ് അല്ലെങ്കിൽ ബൈനോമിയൽ പോളിനോമിയൽ ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് 4x² + x. ആൻഡ് ട്രൈനോമിയൽ പോളിനോമിയൽ എക്സാമ്പിൾ ആണ് x² + 3x + 4. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, നെക്സ്റ്റ് constant or zero polynomial. That means a polynomial with a degree 0. അതായത് 0 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സീറോ പോളിനോമിയൽ എന്ന് വിളിക്കുക. കാരണം എന്താണ്, കോൺസ്റ്റന്റ്സ് ആണത്. ഇപ്പൊ ഞാൻ 5 എന്ന് എടുക്കുന്നു, എനിക്ക് 5നെ എങ്ങനെ പറയാൻ പറ്റും, x എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 5x⁻0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഗ്രി 0 ആണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി 0 ആയപ്പോ x⁻0 = 1 അതെന്തായിട്ട് മാറി, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഓർ സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞു വിളിക്കുക. നെക്സ്റ്റ് ഈസ് ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി 1 മാത്രമുള്ള, അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, എക്സാമ്പിൾ 2x + 1. ഇതിന്റെ അകത്ത് വേരിയബിൾ ആരാണ്, എക്സിന്റെ പവർ എത്രയാണ്, 1. ഓക്കെ, അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പവർ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്, 1 ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് പോളിനോമിയൽ ഈസ് നോൺ ആസ് ലീനിയർ പോളിനോമിയൽ. നെക്സ്റ്റ് ഈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യൂബിക് പോളിനോമിയൽ, എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. അതിനൊരു എക്സാമ്പിൾ ഉണ്ട് 2x³ + 5x² + 9x + 15. ഈ ഒരു ഇതില് വേരിയബിൾ ആരാണ്, x ആണ്. എക്സിന്റെ ഏറ്റവും കൂടിയ പവർ എത്രയാണ്, 3 ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഗിവൺ പോളിനോമിയൽ ആൻഡ് സച്ച് എ പോളിനോമിയൽ ഈസ് നോൺ ആസ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, next we are going to discuss the section zeros of a polynomial. ഒരു പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സപ്പോസ് വിചാരിക്കുക p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമുക്ക് തന്നിരിക്കുന്നു. എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ p of x അല്ലെങ്കിൽ ആ പോളിനോമിയലിന്റെ വാല്യൂ എന്തായിട്ട് മാറുക, 0 ആയിട്ട് മാറുക. അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, the zeros of the polynomial എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇപ്പൊ p of x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ 0 ആണ് k എങ്കിൽ നമുക്ക് p of k എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ലെറ്റ്സ് ഗോ ഫോർ an example. Consider a polynomial p of x is equal to x² - 3x + 2.
ഓക്കെ, വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, ഈ ഒരു പർട്ടിക്കുലർ പോളിനോമിയലിലെ എക്സിന്റെ വാല്യൂന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് 1 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ 0 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ജനറൽ ആയിട്ടുള്ള 2 കേസുകൾ നോക്കാം. ഒരു പോളിനോമിയലിന്റെ സീറോസിന്റെ ജോമെട്രിക്കൽ മീനിങ് എങ്ങനെയാണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രാഫ് തന്നിട്ട് ചോദിക്കും പർട്ടിക്കുലർ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ജോമെട്രിക്കലി സീറോസ് ഓഫ് എ പോളിനോമിയൽ ആർ ദ പോയിന്റ്സ് വെയർ ഇറ്റ്സ് ഗ്രാഫ് കട്ട്സ് ദ എക്സ് ആക്സിസ്. തന്നിട്ടുള്ള ഗ്രാഫിലെ എക്സ് ആക്സിസിനെ എത്ര വട്ടം കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കാം. അതായിരിക്കും നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്പർ ഓഫ് സീറോസ്. ഇൻ ജനറൽ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഹാസ് അറ്റ്മോസ്റ്റ് n സീറോസ്. അതായത് ഇപ്പൊ നമ്മളൊരു പോളിനോമിയൽ എടുക്കുക, ആ പോളിനോമിയലിന്റെ ഏറ്റവും ഹൈയസ്റ്റ് എക്സ്പോണന്റ്, ആ പോളിനോമിയലിലെ വേരിയബിളിന്റെ ഏറ്റവും ഹൈയസ്റ്റ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് n ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് അത്രയും സീറോസ് അതിന് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു 2 ജനറൽ കേസ് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദ സെക്ഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ആ പർട്ടിക്കുലർ പോളിനോമിയലിൽ എക്സിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ ആ ഒരു പോളിനോമിയൽ 0 ആയിട്ട് മാറുന്നത്, അങ്ങനെയുള്ള വാല്യൂസിനെയാണ് സീറോസ് എന്ന് വിളിക്കുക. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽസിന്റെ വേരിയബിൾസുമായിട്ട് ചേർന്ന് വരുന്ന കോൺസ്റ്റന്റ്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് ആണ്, ദാറ്റ് മീൻസ് അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ax² + bx + c അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ദി സീറോസ്, ഇതിന്റെ സീറോസിന്റെ സമ്മിനെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? ബി ആണ്, അതിന്റെ നെഗറ്റീവ് മൈനസ് ബി, ആൻഡ് x² കോഎഫിഷ്യന്റ് ആരാണ്? എ ആണ്, സോ മൈനസ് ബി ബൈ എ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 സീറോസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ കോൺസ്റ്റന്റ് ടേം ആരാണ്? സി ആണ്, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² ആരാണ്? എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 3 ആയിരിക്കും. അതിന്റെ കേസിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൻഡ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു സി എ. നെക്സ്റ്റ് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ ആണ്. The graph of y is equal to p of x are given in the following figure for some polynomial p of x. Find the number of zeros of p of x in each case. Okay, നമുക്ക് ഒരു 6 ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് പോളിനോമിയൽസിന്റെ ഗ്രാഫ് ആണ്. ഓക്കെ, ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് പറയണം ആ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോ ഞാന് എന്താണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ജോമെട്രിക്കലി നമുക്ക് സീറോസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സ് ആക്സിസിനെ ആ തന്നിട്ടുള്ള ഗ്രാഫ് എത്ര വട്ടം കട്ട് ചെയ്യുന്നു എന്ന് നോക്കുക. എത്ര വട്ടം കട്ട് ചെയ്യുന്നു അതായിരിക്കും നമ്പർ ഓഫ് സീറോസ് ഓഫ് ദി ഗിവൺ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എന്റെ ഇവിടുത്തെ ഫസ്റ്റ് ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ തന്നിട്ടുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലൽ ആണ്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. That means the number of zeros of the particular graph is 0. Okay, appo number of zeros എത്രയാണ്? is equal to 0. Okay, കാരണം എന്താണ്? The given graph does not cut the x-axis. Okay, next ഈ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ എത്ര തവണയാണ് x-axisനെ കട്ട് ചെയ്യുന്നത്? x-axis എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് ആണ് ഇത് എത്ര വട്ടം കട്ട് ചെയ്യുന്നു? 1 time. So the number of zeros of the given polynomial is 1. Okay, next this graph. ഈ ഒരു ഗ്രാഫിലേക്ക് പോവാം. തേർഡ് ഗ്രാഫ് ആണ്. x-axisനെ എത്ര വട്ടം കട്ട് ചെയ്തിട്ടുണ്ട്? 1, 2 and 3. So the number of zeros of the given polynomial is 3. Okay, next
ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കുമ്പോൾ എക്സ് ആക്സിസിനെ എത്ര തവണ കട്ട് ചെയ്തിട്ടുണ്ട്? 2 times. So we can write the number of polynomials of this graph. Sorry, this polynomial is 2. Okay. Next, we are going to this graph, and this graph നോക്കുമ്പോൾ x axis 1 2 3 4. Okay, 4 times കട്ട് ചെയ്തിട്ടുണ്ട്. So the number of zeros is equal to 4. Okay, ഇനി ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുമ്പോൾ എത്ര തവണ കട്ട് ചെയ്തിട്ടുണ്ട്? 1 2 3. Okay, so the number of zeros of this particular graph is 3. Okay, അപ്പോൾ നമ്മുടെ 2.1 എന്ന് പറയുന്ന എക്സസൈസ് ഇതോടെ തീരെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതേപോലെ എളുപ്പവുമായിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമുക്കൊരു പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നിരിക്കും. ആ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്ന് പറയണം. അപ്പൊ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? തന്നിട്ടുള്ള ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര തവണ കട്ട് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ എത്ര തവണ കട്ട് ചെയ്യുന്നു ആ എണ്ണമായിരിക്കും ആ തന്നിട്ടുള്ള പോളിനോമിയലിന്റെ നമ്പർ ഓഫ് സീറോസിന്റെ എണ്ണവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 2.2ലേക്കാണ് പോകുന്നത്. സോ ഇതാണ് 2.2 എന്ന് പറയുന്ന എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ശ്രദ്ധിക്കുക, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ദാറ്റ് മീൻസ് the given polynomial has degree 2. Okay, and verify the relationship between the zeros and the coefficient. Okay, അപ്പോ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഒന്നും കൂടെ പറയാം. എന്താണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസും കോഎഫിഷ്യന്റ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഡിഗ്രി 2 ആണ്. ദാറ്റ് മീൻസ് അതിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് വരെ ആകാം. ഓക്കെ, ഇപ്പം ആൽഫ ആൻഡ് ബീറ്റ ആണ് ആ 2 സീറോസ് എങ്കിൽ വി ക്യാൻ റൈറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ദാറ്റ് മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അതായത് ജനറൽ ടേം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ax² + bx + c എന്ന് പറയുന്നതിന്റെ കേസാണ് ഈ പറയുന്നത്. ആൻഡ് നമുക്ക് പറയാം പ്രോഡക്റ്റ് ഓഫ് ദ 2 zeros is equal to c/a. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x². ഓക്കെ, അപ്പൊ ഇത് മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് x² - 2x - 8. ഓക്കെ, അപ്പൊ ഇതിന്റെ സീറോ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു പോളിനോമിയൽ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സിന് പകരം ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ടോട്ടൽ എക്സ്പ്രഷനെ എനിക്ക് എന്താക്കി എടുക്കാൻ പറ്റുക? സീറോ ആക്കി എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഞാൻ അതിന് പകരം ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ കൊടുക്കുകയാണ്. x² - 2x - 8 = 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ഫാക്ടറൈസ് ദ ഗിവൺ പോളിനോമിയൽ. തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ മെത്തേഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മിഡിൽ ടേമിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. ആരാണ്? -2. അപ്പൊ ഇവിടുത്തെ കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാല്, ഈ -2നെ നമുക്ക് ഏതെങ്കിലും 2 നമ്പേഴ്സിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അതേപോലെ അതേ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ x² കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമിന്റെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ്? x² കോഎഫിഷ്യന്റ് എത്രയാണ്? 1. ആൻഡ് കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8. 1 × -8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8 തന്നെയാണ്. അതിനെ എനിക്ക് എങ്ങനെ ആക്കണം? ഞാൻ നേരത്തെ എടുത്ത ഏത് 2 നമ്പേഴ്സിന്റെ സം ആയിട്ടാണോ മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് എഴുതിയത്, അതേ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതണം. ഇത് ജനറൽ കേസ് ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. -2 എന്ന് പറയുന്നത് ഏത് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് -2 കിട്ടും. അതേപോലെ അതേ 2 നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് -8 വരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ എഴുതിയാണ്. അപ്പൊ ഞാൻ എടുക്കുന്നത് -4ഉം +2ഉം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും. -4 and +2 എത്രയാണ് ഉത്തരം കിട്ടുന്നത്? -2. ആൻഡ് ഈ 2 നമ്പേഴ്സിനെ തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. -4 × 2 = എത്രയാണ്? -8. സോ നമ്മുടെ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. എന്താണ്? -4ഉം അതേപോലെ +2ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാക്ടറൈസേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 4 × x + 2 = 0 എന്നുള്ള രീതിയിൽ എനിക്ക് മാറ്റിയെഴുതാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇത് ഞാൻ വായിക്കുകയാണേ.
അറിയാവുന്ന ഒരു കാര്യം, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു നമ്പറെങ്കിലും 0 ആയിരിക്കും. ഒന്നെങ്കിൽ രണ്ട് നമ്പറും 0 ആയിരിക്കും. നമുക്കറിയാം ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ എന്ത് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആകാം, അല്ലെങ്കിൽ രണ്ടും 0 ആകാം. സോ ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ x minus 4 is equal to 0 അല്ലെങ്കിൽ or x plus 2 is equal to 0. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ x ന്റെ വാല്യൂ എത്ര കിട്ടും? +4. ഇവിടുത്തെ x ന്റെ വാല്യൂ എത്ര കിട്ടും? -2. അപ്പോ x ന്റെ വാല്യൂ 4 കൊടുത്താലും എനിക്ക് ഈ ഒരു എക്സ്പ്രഷന് 0 ആണ് കിട്ടുന്നത്. x ന്റെ വാല്യൂ -2 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ പോളിനോമിയലിന്റെ വാല്യൂ എനിക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു പോളിനോമിയലിന്റെ രണ്ട് സീറോസ് എന്ന് പറയുന്നത് ആരാണ്? 4ഉം -2ഉം ആണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യന്റ്. ആ റിലേഷൻഷിപ്പ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ആൻഡ് ആൽഫ ഇൻടു ബീറ്റ ഈസ് ഈക്വൽ ടു c/a. അപ്പൊ ഞാൻ ഇവിടുത്തെ 4നെ എന്തെന്നായിട്ട് എടുക്കുകയാണ്? ആൽഫ എന്ന് എടുക്കുകയാണ്. ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു -2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 4 plus -2 that means എനിക്ക് കിട്ടുന്നത് 2 ആണ്. ഓക്കെ, നമുക്ക് -b/a നിങ്ങൾ ചിന്തിച്ചു നോക്കുക. -b എന്ന് പറഞ്ഞാൽ ആരാണ്? x ന്റെ കോഎഫിഷ്യന്റ് ആണ് -b എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 4 - 2 is equal to 2 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞത്? -b/a. അപ്പൊ ഞാൻ -b/a ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഈസ് ഈക്വൽ ടു -b. b എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ദി വേരിയബിൾ x. ഓക്കെ, അപ്പൊ x ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? -2. മൈനസ് ഓഫ് -2 is equal to +2 ഡിവൈഡഡ് ബൈ a യുടെ കോഎഫിഷ്യന്റ്, സോറി x² ന്റെ കോഎഫിഷ്യന്റ് ആണ് a എന്ന് പറയുന്നത്. a യുടെ വാല്യൂ എത്രയാണ്? 1 is equal to 2. That means we got alpha plus beta is equal to -b/a is equal to 2. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ റിലേഷൻ ആണ് നോക്കേണ്ടത്, ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയാണ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു എത്രയാണ്? -8. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? c/a, അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x². അപ്പൊ c/a, c എന്ന് പറഞ്ഞാൽ ആരാണ്? -8. ഓക്കെ, -8 ഡിവൈഡഡ് ബൈ x² ന്റെ കോഎഫിഷ്യന്റ് ആണ് a, എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു -8. ദാറ്റ്സ് വി ഗോട്ട് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c/a ഈസ് ഈക്വൽ ടു -8. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിച്ചു. ആ സീറോസ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4s² - 4s + 1 നേരത്തെ ചെയ്ത അതേ കണ്ടീഷൻസ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും. അതായത് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കണം. ആൻഡ് വി ഹാവ് ടു വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4s² - 4s + 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആൻഡ് ഈ ഒരു പോളിനോമിയലിനെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കാണുമ്പോൾ 4s², അതായത് എനിക്ക് അതിനെ 2s the whole square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ മൈനസ് ഒന്ന് ആലോചിച്ച് നോക്കുക, 2ab അതിന് പകരം 2 × 2s × b എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. 1 ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് a - b the whole square എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. 2s - 1 the whole square is equal to 0. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിനെ കളയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ I get 2s - 1 is equal to 0. ഇതിൽ നിന്നും എനിക്ക് 2s is equal to 1 and s is equal to 1/2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സീറോസ് എന്ന് പറയുന്നത് ആരാണ്? ആൽഫ ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 2s - 1 the whole square, ദാറ്റ് മീൻസ് 2s - 1 × 2s - 1. ഈ ഓരോ കണ്ടീഷനിലും s ന്റെ വാല്യൂ എന്താണ്? 1/2. സോ ഇറ്റ് ഹാസ് 2 സീറോസ്, ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് നോക്കുക. ഈസ് ഈക്വൽ ടു 1/2 + 1/2 ഈസ് ഈക്വൽ ടു 1.
ഓക്കെ, ഇത് തന്നെയാണോ നമ്മുടെ മൈനസ് ബി ബൈ എ, ദ കോഎഫിഷ്യന്റ് ഓഫ് ദ മിഡിൽ ടേം -4. ഓക്കെ, അപ്പൊ ഞാൻ അത് നോക്കിയാണ്. മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു -4 ആണ്. മൈനസ് ഓഫ് -4 ഈസ് ഈക്വൽ ടു +4 ഡിവൈഡഡ് ബൈ നമ്മുടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എസ് ആണ്. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 1. ദസ് വി ഗെറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഓക്കെ ഈസ് ഈക്വൽ ടു നോക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ 1/2, ബീറ്റ എന്ന് പറഞ്ഞാൽ 1/2. സോ 1/2 into 1/2 ഈസ് ഈക്വൽ ടു 1/4. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സി ബൈ എ നോക്കുക. കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡഡ് ബൈ എ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സോ നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ ഈസ് ഈക്വൽ ടു 1/4. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ അല്ലെങ്കിൽ the relationship between the zeros and the coefficients of a quadratic polynomial is verified here. Okay, so this is our third question. 6x square minus 3 minus 7x. Okay, appo ee oru polynomial ne namukku endu cheyanam? Factorize cheyanam by the method of splitting the middle term. Okay, appo nammade middle term arana -7x. appo nokka -7, അതായത് ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേണം? -7ഉം അതേ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ദ പ്രോഡക്റ്റ് ഓഫ് ദി കോൺസ്റ്റന്റ് ടേം ആൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x square. Okay, അപ്പൊ 6 into -3 is equal to -18. Okay, അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ -18. അപ്പൊ നിങ്ങൾ ആ 18 എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് എന്ത് ചെയ്ത് നോക്കുക? ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ആൻഡ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് 1 into 18 എഴുതാൻ പറ്റും, 2 into 9 എന്ന് എഴുതാൻ പറ്റും, 6 into 3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും രീതിയിലാണ് എഴുതാൻ പറ്റുന്നത്. ഇതിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും തന്നെ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് 2 and 9. ഓക്കെ, ഈ നമ്പേഴ്സിന് സൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്താൽ -7 കിട്ടും. അതായത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പൊ ഞാൻ -9ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ ഐ ഗെറ്റ് -7. അതേപോലെ -9 into 2 എന്ന് പറയുന്നത് എന്താണ്? -18 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പൊ ഞാൻ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളുക. is equal to 6x square. മിഡിൽ ടേം ആരാണ്? -7x. -7x ന് പകരം ഞാൻ എഴുതുന്നു -9x plus 2x. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് അതേപോലെ -3. റൈറ്റ്, അപ്പോൾ നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഫാക്ടറൈസേഷൻ ഫോമിലോട്ട് ആക്കണം. ഈസ് ഈക്വൽ ടു ആലോചിച്ച് നോക്കുക. ഇവിടെ നോക്കുക, 6x square -9x ഉണ്ട്. ഇതിൽ നിന്നും കോമൺ ആയിട്ട് എനിക്ക് ആരെ വെളിയിലെടുക്കാം? ഒരു 3x നെ കോമൺ എടുത്താൽ. ഓക്കെ, 6ൽ നിന്ന് 3 പോയാൽ പിന്നെ എത്രയാണ്? 2. ആൻഡ് x സ്ക്വയറിൽ നിന്ന് x പോയാൽ വെറും x മാത്രമേ ഉള്ളൂ. -9x ൽ നിന്നും 3x പോയാൽ ഒരു 3 മാത്രമേ ഉള്ളൂ. പ്ലസ് ബാക്കി എത്ര കിട്ടും? 2x -3. റൈറ്റ്, ഓക്കെ. അപ്പൊ നോക്കുക, ഈ രണ്ട് ടേംസിന് കോമൺ ആയിട്ട് ആരുണ്ട്? 2x -3 എന്ന് പറയുന്നതുണ്ട്. ആൻഡ് ആ 2x -3 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഐ ഗെറ്റ് ബാക്കി എന്താണുള്ളത്? 3x plus 1. ഓക്കെ, അപ്പൊ ഈ തന്ന പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്തു. ഇനി ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൊടുക്കുക. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരു ടേം അല്ലെങ്കിൽ രണ്ട് ടേം എന്താവാം? 0 ആവാം. സോ 2x -3 is equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? x is equal to 3/2 എന്നും, ഓർ അടുത്ത കണ്ടീഷൻ 3x plus 1 is equal to 0 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ x is equal to എനിക്ക് എത്രയാണ് കിട്ടുന്നത്? -1/3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നു ലെറ്റ് ആൽഫ is equal to 3/2 and beta is equal to -1/3. നെക്സ്റ്റ് നോക്കുക, ആൽഫ പ്ലസ് ബീറ്റ is equal to, that means 3/2 -1/3. നമ്മൾ എങ്ങനെ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 3 is equal to 9 മൈനസ് നടുക്കത്തെ സൈൻ അതേപോലെ എടുക്കുക. 2 into 1 is equal to 2. The whole divided by 2 into 3 is equal to 6. Okay, അപ്പോൾ 9 minus 2 is equal to 7. 7/6 എന്നാണ് കിട്ടുന്നത്.
ആൻഡ് നമുക്ക് നോക്കാം, നമുക്ക് മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് എത്രയാണെന്ന്. മൈനസ് ബി, ഓക്കെ, അത് മൈനസ് ഓഫ് മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് 7 ഡിവൈഡഡ് ബൈ x square the coefficient is 6 ആണ്. So we can write alpha plus beta is equal to minus b by a is equal to 7 by 6. Okay, next രണ്ടാമത്തെ റിലേഷൻ നമുക്ക് വെരിഫൈ ചെയ്യണം. ആൽഫ ഇൻറ്റു ബീറ്റ ആണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് 3 by 2 ഇൻറ്റു minus 1 by 3. 3 by 2 into minus 1 by 3. 3 രണ്ടും ക്യാൻസൽ ആയി പോവും. എനിക്ക് minus 1 divided by 2 ആണ് കിട്ടുന്നത്. ആൻഡ് എൻ്റെ c divided by a ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ c എന്ന് പറയുന്നത് ആരാണ്? മൈനസ് 3. ഓക്കെ, മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a എന്ന് പറയുന്നത് 6. സോ മൈനസ് 3 by 6 equal to minus 1 by 2. So the relationship between zeros and coefficients of a quadratic polynomial is satisfied for the given polynomial. Okay. It's our fourth question. 4u square plus 8u. Okay. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ടേം ഇല്ല. That means the constant term is 0. Okay. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കുക. ഇതിനെ സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് 4u square plus 8u is equal to 0. ഇതിൽ നിന്നും ഞാൻ രണ്ട് ടേംസിലും 4u കോമൺ എടുക്കാൻ പറ്റും. ഒരു 4u ഇനി പുറത്ത് കോമൺ എടുത്താൽ ഐ ഗെറ്റ് അകത്ത് 4 പോയി ആൻഡ് u സ്ക്വയറിൽ നിന്ന് u പോയി. അപ്പോൾ വേറെ u പ്ലസ് 8u ൽ നിന്നും 4u പുറത്തെടുത്താൽ ബാക്കി എത്ര മാത്രമേ ഉള്ളൂ? 2 is equal to 0. That means 4u is equal to 0. or എന്തായാലും 4 is not is equal to 0 ആണ്. അപ്പോൾ u is equal to 0 അല്ലെങ്കിൽ u plus 2 is equal to 0 which implies u is equal to minus 2. ഇത് രണ്ടുമാണ് സീറോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം let alpha is equal to 0 and beta is equal to minus 2. Then alpha plus beta is equal to 0 plus minus 2 is equal to minus 2. ഞാനിവിടെ കണ്ടീഷൻ നോക്കിയാണ് minus b by a is equal to minus b എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്കെ 8 ആണ്. അതായത് മൈനസ് 8 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ ആരാണ്? 4 is equal to എത്ര കിട്ടും? minus 2. Therefore that condition is satisfied. That is alpha plus beta is equal to minus b by a is equal to minus 2. Okay. Next നോക്കുന്ന കണ്ടീഷൻ alpha into beta ആണ്. That means 0 into minus 2 is equal to 0 കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ്? c by a. Okay. അപ്പോൾ c by a is equal to constant term എന്ന് പറഞ്ഞാൽ 0 ആണ് and divided by 4. 0 a നമ്മളൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get 0. So the condition for the relationship between zeros and the coefficient of a quadratic polynomial is satisfied for the given polynomial. Okay. This is our fifth question. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യന്റെ ഫോം നോക്കിക്കേ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലുള്ള ഇത്. അപ്പോൾ നമുക്ക് ഇതിനെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് t പ്ലസ് റൂട്ട് 15 ഓക്കെ ഇൻറ്റു t മൈനസ് റൂട്ട് 15 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? t പ്ലസ് റൂട്ട് 15 ഈസ് ഈക്വൽ ടു 0 ഓർ t minus root 15 is equal to 0. That means നമുക്ക് t യുടെ വാല്യൂ എന്തൊക്കെയാണ് കിട്ടുന്നത്? minus root 15 or t is equal to plus root 15. Okay. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒരാളെ ആൽഫ എന്നും is equal to minus root 15 and beta is equal to root 15 എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. and alpha plus beta is equal to നിങ്ങൾക്കറിയാം minus root 15 plus root 15 is equal to 0 and we have to check it with minus b by a. minus b by a is equal to നോക്കിക്കേ b എന്ന് പറയുന്നതിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. so 0 divided by a is equal to 0. so alpha plus beta is equal to minus b by a is equal to 0. next നമ്മൾ ആൽഫ ഇൻറ്റു ബീറ്റ ആണ് നോക്കുന്നത്. ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് റൂട്ട് 15 ഇൻറ്റു പ്ലസ് റൂട്ട് 15 ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആൻഡ് റൂട്ട് 15 ഇൻറ്റു റൂട്ട് 15 ഈസ് ഈക്വൽ ടു 15. മൈനസ് 15 ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻഡ് വി ഹാവ് ടു ചെക്ക് ഇറ്റ് വിത്ത് സി ബൈ എ. ഓക്കെ അപ്പൊ സി എന്ന് പറഞ്ഞാൽ ആരാണ്? കോൺസ്റ്റന്റ് ടേം ഈസ് ഈക്വൽ ടു മൈനസ് 15 ആണ്. ഓക്കെ മൈനസ് 15 ഡിവൈഡഡ് ബൈ 1 is equal to എത്ര കിട്ടി? minus 15. So the condition for the relationship between the zeros and the coefficients of the given quadratic polynomial is satisfied for this given polynomial. Okay.
സോ ഇതാണ് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ 3x² - x - 4. ഓക്കെ, അപ്പൊ ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഫാക്ടറൈസ് ദ ഗിവൺ പോളിനോമിയൽ, ദാറ്റ് ഈസ് വി ഹാവ് ടു സ്പ്ലിറ്റ് ദ മിഡിൽ ടേം ഓഫ് ദ ഗിവൺ പോളിനോമിയൽ. ഓക്കെ, അപ്പൊ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ആരാണ്? -1 ആണ്. ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1 കിട്ടേണ്ടത്. ആൻഡ് അതേ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x² കോഎഫിഷ്യന്റ് ഇൻടു ദ കോൺസ്റ്റന്റ് ടേം. x² കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്, കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ -4 ആണ്. സോ 3 × -4 is equal to -12. ഓക്കെ, അപ്പൊ ഈ 12നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കുമ്പോൾ 12നെ എനിക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 12 എന്ന് എഴുതാൻ പറ്റും, ആൻഡ് 2 × 6 എന്ന് എഴുതാൻ പറ്റും, 3 × 4 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 and 4 ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? -4 + 3 is equal to എന്തെന്ന് എഴുതാം? -1 എന്നുള്ള രീതിയിൽ എഴുതാം. ആൻഡ് -4 × 3 എന്ന് പറയുന്നത് ആരാണ്? is equal to -12. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടീഷൻ അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു പോളിനോമിയൽ എങ്ങനെ എഴുതാം? 3x² - x ന് പകരം എന്ത് കൊടുക്കാം? -4x + 3x - 4 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ഈ 3x² ഈ 3x അടുത്തടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ 3x² + 3x - 4x - 4 എന്നുള്ള രീതിയിലാണ് വന്നത്. ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഞാൻ ഒരു 3x കോമൺ ആയിട്ട് എടുത്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 3 പോയി, x² നിന്ന് x പോയപ്പോൾ വെറും x മാത്രമായിട്ട് മാറി, പ്ലസ് 3x നിന്നും പോകുമ്പോഴത്തേക്ക് 1 മൈനസ് ഇതിൽ നിന്നും ഞാനൊരു -4 കോമൺ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? x + 1 എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ഇതിൽ ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? x + 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് x + 1 ഇൻറ്റു എന്തെന്ന് പറയാൻ പറ്റും? 3x - 4. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ച് ഫാക്ടറൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെല്ലാം എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇസ് ഈക്വൽ ടു 0. കാരണം നമുക്ക് ഇതിന്റെ ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ x + 1 is equal to 0 ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 3x - 4 is equal to 0 എന്നായിരിക്കും. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4/3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആൽഫ ബീറ്റ എന്ന് പറയുന്ന കണ്ടീഷൻസ് എടുക്കുകയാണ്. ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു -1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ നോക്കുന്ന കണ്ടീഷൻ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. ഈസ് ഈക്വൽ ടു -1 + 4/3. ഓക്കെ, ചെയ്യുന്ന രീതി അറിയാലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × -1 ഈസ് ഈക്വൽ ടു -3. നടുക്കത്തെ സൈൻ അതേപോലെ കൊടുക്കുക. +4 ഡിവൈഡഡ് ബൈ 1 × 3 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ -3 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? +1 ആണ്. അപ്പൊ 1/3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി -b/a കൺസിഡർ ചെയ്യാണ്. -b/a ഈസ് ഈക്വൽ ടു -b എന്ന് പറഞ്ഞാൽ എത്രയാണ്? -(-b) എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ 1 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ x² കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് -1 × 4/3 ഈസ് ഈക്വൽ എത്രയാണ്? -4/3 ആണ് കിട്ടുന്നത്. ആൻഡ് c/a നോക്കുക. നമ്മുടെ കോൺസ്റ്റന്റ് ടേം ആരാണ്? -4 ആണ്. ഓക്കെ, -4 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടി? 3 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c/a ഈസ് ഈക്വൽ ടു -4/3. Okay, അപ്പോൾ the condition for the relationship between zeros and coefficients of a quadratic polynomial is satisfied for the given polynomial. Okay, ഇതോടുകൂടി നമ്മുടെ 2.2 എന്ന് പറയുന്ന എക്സസൈസിന്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് തീരുകയാണ്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, so we are moving to the second set of questions of our exercise 2.2. Find a quadratic polynomial each with the given numbers as the sum and product of its zeros respectively. നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് നമ്പേഴ്സിൽ ആദ്യം തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസിന്റെ സമ്മും രണ്ടാമത് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അതേ പോളിനോമിയലിന്റെ തന്നെ സീറോസിന്റെ പ്രോഡക്റ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1/4 and -1. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് രീതിയും ഇവിടെ ചെയ്ത് കാണിക്കാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി നിങ്ങൾ യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ,
അപ്പോ ഫസ്റ്റ് മെത്തേഡിന് നോക്കുക. എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1/4 ആൻഡ് -1. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ പറഞ്ഞിരുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സീറോസും അതേപോലെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദ സീറോസും ആണ്. ഓക്കെ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു ജനറൽ കേസ് ഞാൻ ആദ്യം എടുക്കുകയാണ്. ദാറ്റ് ഈസ് ലെറ്റ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ബി ax² + bx + c. ഓക്കെ, വിത്ത് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ എനിക്ക് 1/4 എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇസ് ഈക്വൽ ടു 1/4. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കോൺസ്റ്റന്റ് ടേംസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ഇവരൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ദ സം ഓഫ് ദ സീറോസ് ഈസ് ഈക്വൽ ടു -b/a. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദി x divided by coefficient of x². ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/4 -b/a. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ എന്തെന്ന് പറയാൻ പറ്റും? 4 എന്നും ബിയുടെ വാല്യൂ എന്തെന്നും പറയാൻ പറ്റും? -1 എന്നും പറയാൻ കഴിയും. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് -1 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? c/a, അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x² എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ -1 ആണ് വന്നത്. ഇവിടെ മുകളിലത്തെ കേസിൽ നോക്കുമ്പോൾ എനിക്ക് a = 4 ആണ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് -1 കിട്ടിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ആ നമ്പർ ഏതായിരിക്കും? -4 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? -4 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി? is equal to 4, ബിയുടെ വാല്യൂ -1, c is equal to -4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the required polynomial is the ax² + bx + c. ഇതിലെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടുന്ന എന്താണ്? 4x² - x - 4. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുകയാണ്. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്താൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 1/4 ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് ഫാക്ടിലേക്ക് കിടക്കുകയാണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ രീതിയിലായിരിക്കും. x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് ദ സം ഓഫ് ദ സീറോസ് ഇൻറ്റു x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഓക്കെ, ഇതായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇതാണ്. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഇതിൽ a = 4 ആണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ -1 ആണ്. അപ്പൊ പിന്നെയും കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇതിലാവുമ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നില്ല. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് 1/4 എന്നും ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ -1 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോളിനോമിയലിന്റെ ജനറൽ കേസ് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? x² മൈനസ് 1/4 x - 1. ഓക്കെ, എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോ നമുക്കറിയാവുന്ന കേസ് എന്താണ്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണിത്, പക്ഷെ അതൊരു പോളിനോമിയൽ ആകണമെങ്കിലുള്ള കേസ് എന്താണ്? അതിന്റെ കൂടെ വരുന്ന വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് എന്തായിരിക്കണം? ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ പ്രത്യേകത എന്താണ്? ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താകാം? റാഷണൽ നമ്പേഴ്സ് ആകാം. അതായത് p/q ഫോമിലുള്ള നമ്പേഴ്സും ആവാം. അതായത് 1/4 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആവാം. പക്ഷെ ഒരു പോളിനോമിയലിന്റെ കേസിൽ അങ്ങനെയല്ല. പോളിനോമിയൽസിലുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓൾ നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ 1/4 എന്ന് പറയുന്ന നമ്പർ എനിക്കുണ്ട്, അതൊരു ഓൾ നമ്പർ അല്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു എക്സ്പ്രഷന് ഓൾ നമ്പർ കോഎഫിഷ്യന്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ മാറ്റി എഴുതണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ 1/4 ഈ താഴത്തെ 4നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദ ഹോൾ എക്സ്പ്രഷൻ by 4. ഓക്കെ, 4 കൊണ്ട് ഈ ഫുൾ എക്സ്പ്രഷനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 4 × x² 4x² മൈനസ് അതേപോലെ 4 × 1/4x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. കാരണം എന്താണ്? 4 × 1/4 രണ്ടും ക്യാൻസൽ ആയി പോവും. -1 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോളിനോമിയൽ കിട്ടി.
ഏറ്റവും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഇതാ നോക്കുക, ഈ രണ്ട് ഉത്തരങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്യുക. നമുക്ക് കിട്ടിയത് സെയിം ഉത്തരം തന്നെയാണ്, 4x² - x - 4. ഇവിടെ 4x² - x - 4. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എടുക്കുക. ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. √2 and 1/3, അതായത് സം ഓഫ് ദ സീറോസ് ഓഫ് സം പോളിനോമിയൽ ആണ് √2 ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദി സെയിം പോളിനോമിയൽ ആണ് 1/3 എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാം? ജനറൽ കേസ് ആയിട്ട് ax² + bx + c എന്ന് പറഞ്ഞെടുക്കുന്നു വിത്ത് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? √2 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 3√2/3 എന്ന് എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെയുള്ള കേസിലാണ് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. 3√2/3 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ √2 നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ √2 എന്നാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ √2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ഞാൻ 1 എന്ന് കൺസിഡർ ചെയ്യാണ്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ കേസിൽ ഒന്ന് നോക്കിക്കേ, പ്രോഡക്റ്റ് ഓഫ് the two zeros, അതായത് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 1/3 എന്നാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എയുടെ വാല്യൂ 1 എന്നും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 3 എന്നുമാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ആ രണ്ട് കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 3 അല്ലേ, അപ്പൊ എയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ എങ്ങനെ √2 ആക്കി മാറ്റാം എന്ന് ശ്രദ്ധിക്കാം. എങ്ങനെ ചെയ്യുക? ഞാൻ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3/3. ഓക്കെ, അപ്പൊ 3√2/3 എന്ന് കിട്ടും. കോമൺ ആയിട്ട് 3 ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? √2 മാത്രമായിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ -b/a എന്ന് പറയുന്ന എക്സ്പ്രഷനുമായിട്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നു. അതേപോലെ ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ -3, സിയുടെ വാല്യൂ 1 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ റിക്വയർഡ് പോളിനോമിയൽ ഈസ് 3x² - √2x + 1. ഓക്കെ, അപ്പൊ ഇതവിടെ കിടക്കട്ടെ. We are going for the second method. ഇപ്പൊ ആൽഫ ആൻഡ് ബീറ്റ ആണ് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസ് എങ്കിൽ we can write alpha plus beta is equal to √2 and alpha into beta is equal to 1/3. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എങ്ങനെ എഴുതാൻ പറ്റും? അതിന്റെ സീറോസിന്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും? x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതിന്റെ അകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. √2 ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം √2, അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 1/3. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് ടേം, ഓക്കെ, ഈ ഒരു 3 നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓൾ എക്സ്പ്രഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 3x² - 3√x + 1 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഈ രണ്ട് ഉത്തരങ്ങളും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, 0 and √5. 0 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി polynomial, sum of the zeros of the polynomial, and √5 എന്ന് പറഞ്ഞാൽ product of the zeros of the polynomial ആണ്. ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ജനറൽ ആയിട്ടൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫോർമുല കൊടുക്കുന്നു, ax² + bx + c വിത്ത് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസിക്കൽ എനിക്ക് 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. ആൽഫ ഇൻറ്റു ബീറ്റ എനിക്ക് എന്ത് കൊടുക്കാം? √5 എന്നും കൊടുക്കാൻ പറ്റും. അപ്പൊ നോക്കുക, ഈ ഒരു കണ്ടീഷനും ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ 1 കൂടെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ -b/a ആൻഡ് ഇവിടെ c/a. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 0, സിയുടെ വാല്യൂ √5. സോ ദ റിക്വയർഡ് പോളിനോമിയൽ ഈസ് x² + √5. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് സെക്കൻഡ് മെത്തേഡ് പ്രിഫർ ചെയ്യാം. എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ ആണ് തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസ് എന്ന് കൺസിഡർ ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു √5. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിന്റെ സീറോസിന്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? x² - ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x² കൊടുത്തു, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 0 ആണ്, -0x + √5. ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എത്രയാണ്? √5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x² + √5 എന്നാണ് എനിക്ക് പോളിനോമിയൽ കിട്ടിയത്. ആൻഡ് കമ്പയറിംഗ് these two polynomials are the same. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ 1 and 1. അതായത് സം ഓഫ് ദി സീറോസ് എന്ന് പറയുന്നത് 1 ആണ്, പ്രോഡക്റ്റ് ഓഫ് ദി സീറോസും 1 എന്നാണ്. സോ ഫസ്റ്റ് മെത്തേഡ് ax² + bx + c വിത്ത് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
1 എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഒരു p by q ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് മൈനസ് b by a യുടെ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് 1 by 1 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതി. അപ്പൊ a യുടെ വാല്യൂ 1 ആണ്, അത് ഈ ഒരു കണ്ടീഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വാല്യൂസ് എടുക്കാൻ പറ്റും. എങ്ങനെ കിട്ടാം? a യുടെ വാല്യൂ 1, b യുടെ വാല്യൂ -1 and c യുടെ വാല്യൂ 1 ആണ്. സോ ദ റിക്വയർഡ് പോളിനോമിയൽ ഈസ് x square minus x plus 1. Okay, and our second method, let alpha and beta be the zeros of the polynomial. അങ്ങനെയാണെങ്കിൽ alpha plus beta is equal to 1 and alpha into beta is equal to 1. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിന്റെ സീറോസിന്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും? x square minus alpha plus minus of alpha plus beta into x plus alpha beta. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂസ് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. alpha plus beta is equal to 1. ഓക്കെ, alpha into beta is equal to 1. പിന്നെ നമുക്ക് x square അതേപോലെ അങ്ങനെയാണെങ്കിൽ x square minus x plus 1 എന്നാണ് കിട്ടുന്നത്. Now comparing these two solutions, നോക്കുക, these two polynomials are the same. Okay, so this is the fifth question. minus 1 by 4 and 1 by 4. Okay, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. ജനറൽ കേസ് എടുത്തു, ax square plus bx plus c with zeros alpha and beta. Then we can write alpha plus beta is equal to minus 1 by 4 and alpha into beta is equal to 1 by 4. നിങ്ങൾ ആദ്യം a യുടെ മാത്രം കണ്ടീഷൻ നോക്കുക. എനിക്ക് ഇവിടെ അനുസരിച്ച് a എന്ന് പറയുന്നത് 4 ഉം അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നോണ്ട് നോക്കിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് ബാക്കിയുള്ള കോഎഫിഷ്യൻസിന് വാല്യൂസ് എടുക്കാൻ പറ്റും. a is equal to 4, b is equal to 1 and c is equal to 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the required polynomial is 4x square plus x plus 1. Okay, second method ലൂടെ പോവാം. alpha and beta be the zeros of the polynomial. Then we can write alpha plus beta is equal to minus 1 by 4 and alpha into beta is equal to 1 by 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിന്റെ സീറോസിന്റെ ടേംസിൽ എഴുതുമ്പോൾ x square minus of alpha plus beta x plus alpha into beta. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x square minus 1 by 4x. Okay, plus 1 by 4. അപ്പൊ എനിക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? x square plus 1 by 4 x plus 1 by 4. അപ്പൊ ഞാൻ ഈ ഫ്രാക്ഷനെ മാറ്റി ഓൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ എക്സ്പ്രഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ I got 4x square plus x plus 1. Okay, when comparing these two answers, I found that the required polynomial is same by the two methods. Okay, we are moving to the last question of our exercise 2.2. 4 and 1. Okay, അപ്പോൾ sum of the zeros of a polynomial എന്ന് പറയുന്നത് 4 ഉം and the product of the zeros of the same polynomial എന്ന് പറയുന്നത് 1 ഉമാണ്. So first method, quadratic polynomial general case എടുക്കുക, ax square plus bx plus c with zeros alpha and beta. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ alpha plus beta is equal to 4 എന്നാണ് വരുന്നത്. Okay, next alpha into beta എന്ന് പറഞ്ഞാൽ 1 എന്നാണ് വരുന്നത്. ഈ രണ്ട് കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ a യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a is equal to 1, b is equal to minus 4 and c is equal to 1. So the required polynomial is x square minus 4x plus 1. Okay, next we are going for the second method. Alpha and beta be the zeros of the polynomial. Then we can write alpha plus beta is equal to 4 and alpha into beta is equal to 1. So the required polynomial is given by ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ അതിന്റെ സീറോസിന്റെ ടേംസിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. ഇത് ഓർത്തിരുന്നാൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. വെൻ കമ്പയറിംഗ് ദീസ് ടു ആൻസേഴ്സ്, I found that the required polynomial is same. Okay.